അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ? ഒരുപാട് ആളുകൾ എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം എങ്ങനെ വീട്ടും. ഒരുപാട് ഉമ്മമാർ പറയണ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കടന്ന് വീടി കിട്ടിയിട്ട് എനിക്ക് സമാധാനത്തോടെ നിരുന്നാൽ മതിയെന്ന്. നമുക്കൊക്കെ ബേജാറായിരിക്കില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് കടമുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടും ഇടങ്ങേറാകുക, മനസ്സ് നൊമ്പരപ്പെടുക തൻ്റെ ഭാര്യമാർക്കും അതേപോലെ തന്നെ അവിടുത്തെ ഉമ്മമാർക്കും മക്കൾക്കും ആയിരിക്കും. അല്ലാതെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ അതാലോചിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അതറിയണ സമയത്ത് ചിലപ്പോൾ അവർ നമ്മളോട് സമാധാനിപ്പിക്കുന്ന രീതിയിൽ, സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ രണ്ട് വാക്ക് പറഞ്ഞു വരും. പക്ഷേ അത് മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് നേരെ തിരിച്ചും അവർ ഓതിക്കൊടുക്കും. അത്തരത്തിൽ ഒരുപാട് കുടുംബക്കാർ നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ബേജാറാകണ എൻ്റെ ഉമ്മമാരോടും എൻ്റെ പെങ്ങന്മാരോടും എൻ്റെ ഭാര്യമാരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് നമ്മളുടെ ഭർത്താക്കന്മാർക്ക് കട ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെങ്ങനെ ജീവിച്ചോട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അവരെങ്ങനെയൊക്കെ ജീവിച്ച് തലകുത്തി മറിഞ്ഞ് നമ്മുടെ മുമ്പിൽ ആളാവാൻ നോക്കിയാലും പടച്ചോന് പറഞ്ഞിട്ടൊരാൾ മുകളിലുണ്ട്. അത് നിങ്ങൾ വിചാരിച്ച് അവനിൽ നിങ്ങൾ പരിപൂർണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളില്ലേ. കാരണം ഒരുപാട് ആളുകൾ പറയണ കേട്ടിട്ടുണ്ട്, എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിൽ കടന്നിട്ട് ഇന്നെ ഒരു തരത്തിലും ജീവിക്കാൻ വിടാത്ത രീതിയിൽ എന്നെ ഇടങ്ങേറാക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ഇടങ്ങേറാണിട്ടില്ലേ. കാരണം ഉള്ള ടൈമിൽ ഞാൻ അവരെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ലാതായ ടൈമിൽ അതവരൊരു ആഘോഷമാക്കി എടുത്തേക്കാണ്. എൻ്റെ ഭർത്താവിന്, എൻ്റെ പുതിയാപ്പിളക്ക് ഒരു പൈസ കുറഞ്ഞപ്പോൾ, ജോലിയൊന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ, കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോൾ അവരുടെയൊക്കെ ആ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാവുണ്ടായി. ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ് കാരണം ഒരിക്കൽ പോലും എന്നെ കൈവിടൂല എന്ന് വിചാരിച്ചിട്ടില്ല എൻ്റെ ഉടപ്പുറപ്പുകളടക്കം എന്നെ ആ ഒരു സമയത്ത് കൈവിട്ട് കളഞ്ഞു. അപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചത്, നമ്മൾ ശരിയാകുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും തരുമോടോ എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഞാനും അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു. എന്നാലേ ഉള്ളൂ ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് അതൊരു തമാശ കളിക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തോന്നൽ മനസ്സിൽ വരികയും മുന്നോട്ടുള്ള ജീവിതം നല്ല മനോഹരമായി തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നമുക്കൊക്കെ ഇടയിൽ സുപരിചിതമായിട്ടുണ്ടാകില്ലേ. കടങ്ങളൊക്കെ ഉള്ള എത്ര കുടുംബങ്ങളെ നമുക്കറിയാം. നിങ്ങൾക്കറിയില്ലേ? എനിക്കറിയാം കേട്ടോ. കാരണം എൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. കടം കാരണം മുടിഞ്ഞു നടക്കുക പറയില്ലേ. കടം തലക്ക് മേലെ കുന്നുകൂടിയിട്ട് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഒരുപോലെ കണ്ണുപോലും അടക്കാൻ പറ്റാതെ മനസ്സ് നൊന്ത് നീറി കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ. പ്രവാസികളായിരിക്കും അവർ. ചിലപ്പോൾ നാട്ടിൽ തന്നെ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും. എന്താണെങ്കിലും ഒരു നിമിഷത്തെ ആ ഒരു തെറ്റിൻ്റെ പേരിൽ എടുത്തു പോയിട്ടുള്ള പലിശ ഇന്ന് കൂടി കുന്നുകൂടി ഒരു സ്വസ്ഥത തരാത്ത രീതിയിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിൽ കടം കൊണ്ട് ഇടങ്ങേറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു സമയത്തുള്ള ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സമ്മാനം തന്നെയായിരിക്കും അവർക്ക്. കാരണം നിങ്ങൾ കൊടുക്കുന്നത്
അവർ ഈ ഒരു അമല് ചെയ്തിട്ട് അവർക്ക് ഇതിൻ്റെ ഫലം റബ്ബ് സുബ്ഹാനഹു തആല വേഗത്തിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിലൊരു വലിയ പങ്ക് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനലിനെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേല്ലേ. അതേപോലെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഏതാണ് ആ വിഷയം എന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഒന്ന് പൊട്ടിയിരിക്കുന്ന സമയത്ത്, നമ്മളൊന്ന് ഇടങ്ങേറായിരിക്കുന്ന സമയത്ത് നമ്മളെ ഇല്ലാതാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? എന്താണെന്ന് പറയാം, എത്രയൊക്കെ നമുക്ക് തടസ്സങ്ങൾ വന്നാലും എത്രയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാതെ പടച്ചോനിൽ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചോൻക്ക് വിട്ടുകൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ കൈവിടൂല എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വ അഊദു ബിക മിനൽ അജ്സി വൽ കസലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദുആഇനെ ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിക്കുക കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോനായിട്ടുള്ള തമ്പുരാന് നിങ്ങളുടെ കടത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് കളയുക തന്നെ ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കടക്കണിയിൽ കുടുങ്ങി നിൽക്കുന്ന, അന്തം വിട്ട് നിൽക്കുന്ന, മനസ്സമാധാനമല്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ചെയ്തു നോക്കിക്കോളിയും. കാരണം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് പോലും താങ്ങായി നിന്നിട്ടുള്ള ഒരു ദിക്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലം ഉറപ്പാണ്. കുറച്ച് ദിവസം മനസ്സറിഞ്ഞതിനെന്ന് നിങ്ങൾ ചൊല്ലി നോക്കിക്കളയും. ഇത്ര എണ്ണം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം കഴിയുന്ന സമയത്ത് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കിത് ചെല്ലാവുന്നതാണ്. ശുദ്ധി വേണം എന്ന് നിർബന്ധമില്ല. അശുദ്ധിയുള്ളവർക്കും ഈ ഒരു ദുആഇനെ ദിക്റാണെന്ന് വിചാരിച്ച് ചെല്ലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടെ. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും ഈ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ കാണാം. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കഴിയുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളും കഴിയുമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നല്ലൊരു വിഷയമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.